വിവാഹം നടക്കുക തന്നെ വിചാരിക്കുക. പക്ഷെ നമ്മളെ ആൺകുട്ടികളുടെ അവസ്ഥ അതിലും കഷ്ടകാലാണ്. അപ്പൊ ഇന്നത്തെ കാലത്ത് വിവാഹം കഴിക്കുമ്പോ ആൺകുട്ടികൾക്ക് വരുന്ന ചിലവുകള് അത് അപാരാണ്. അത് നമ്മളെ സമൂഹം ഉണ്ടാക്കിയതാണ്ടോ ടീച്ചർ, അത് നിങ്ങൾ മനസ്സിലാക്കണം. ഈ ഒരു വീഡിയോ കേൾക്കുമ്പോൾ ഇല്ലേ, കാണുമ്പോൾ എനിക്ക് ഭയങ്കരം ഒരു ഇത് തോന്നി. എന്തുകൊണ്ടെന്ന് വെച്ചാലില്ലേ, ഇന്നത്തെ കുട്ടികൾ കല്യാണം കഴിക്കാനും വേണ്ടിയിട്ടില്ലേ, അവർക്ക് ചെലവാകുന്ന പൈസ എത്രത്തോളം എന്നില്ല, കഴിക്കാൻ പറ്റാത്ത ഒരു രീതിയിലേക്ക് എത്തി. ഒന്ന് പൊന്നിന് വില കൂടിയത്, രണ്ടാമതെന്ന് വെച്ചാലില്ലേ ഈ പെണ്ണ് കാണുന്നത് മുതൽ അങ്ങോട്ടേക്ക് തുടങ്ങിയില്ല. എന്ത് മുൻപത്തെ മാതിരിയല്ല, ബുർജ് ഖലീഫ മാതിരി പുത്തൻമിൻ മാതിരിയുള്ള മുട്ടായി കൊണ്ട് കൊടുക്കൽ, മെഹന്തി, എന്തെല്ലാം പോക്കുത്തുകൾ ചെയ്യുന്നത്. ഇതാര് ചെയ്യുന്നതാ? നമ്മുടെ സമൂഹം ചെയ്യുന്നതാണ്. അല്ലാണ്ട് ഇസ്ലാമിൽ ഇങ്ങനത്തെ ഒരീതുമില്ല. നമ്മുടെ സമൂഹം എവിടത്തേക്ക് അതം പതിച്ച് പോയി. എൻ്റെ സഹോദരി സഹോദരന്മാരെ, വീഡിയോ കേൾക്ക്, വല്ലാതൊരു വീഡിയോ കേട്ടിട്ട് നിങ്ങൾ ഇതിൻ്റെ ദീനിലോ ഒന്നിനും വന്നതല്ല. ഒരണുമണി തൂക്കം ഇസ്ലാം കൽപ്പിക്കാത്ത കാര്യങ്ങളാണെന്ന് സമൂഹം ചെയ്യുന്നത്. ഇപ്പോ നാട്ടിൽ മുഴുവനും ഒരു ചെക്കന് പെണ്ണ് കെട്ടണമെങ്കിൽ അഥവാ കണ്ടൊരു പെൺകുട്ടിയെ കിട്ടിക്കഴിഞ്ഞാല് അവന് കയറെടുത്ത് കണ്ട അവസ്ഥയ്ക്ക് ജനങ്ങൾ എത്തിക്കാറ്. എങ്ങനെയാലോ, ഒന്നാമത് ഇവനെ പെണ്ണ് കാണാൻ വരുമ്പോ, ചെക്കനൊക്കെ പെണ്ണിനെ കാണാൻ പോകുമ്പോ തന്നെ അതന്നെ ഒരു മിഠായി കൊട്ട എന്ന് പറഞ്ഞത് നമ്മളെ നാട്ടിലൊക്കെ വളരെ, ഇവിടെയൊക്കെ വളരെ കുറവാണ്. പക്ഷെ മറ്റുള്ള സ്ഥലങ്ങൾ, നമ്മൾ തൊട്ട പ്രദേശങ്ങളിലൊക്കെ ഒരു വണ്ടി ഉന്തിയിട്ടാണ് ആൾക്കാർ വരുന്നത്. ഇന്നാളൊരു ദിവസം എന്റെ അനിയത്തിന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാൾ ഇവിടെ വന്നപ്പോ അയാൾ പറയാണ്, അയാളെ മോന്റെ കല്യാണം നിശ്ചയിച്ചു. പക്ഷെ ചോക്ലേറ്റ് വില കുറഞ്ഞൊരു ചോക്ലേറ്റ് ആയിരുന്നു. 25,000 രൂപക്കാണ് അവർ കൊണ്ടുപോയത്. പക്ഷെ ആ 25,000 രൂപ ആ വീട്ടില് മോശപ്പെട്ടതായി. കാരണം അവരുടെ തറവാടിന് അവരുടെ മാന്യതക്കും 1,00,000 സ്ഥാനത്തിൽ എത്തേണ്ടത്. പക്ഷെ 25,000 ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ടാവോ? അല്ലേ, 25,000 റുപ്യക്ക് കൊണ്ടുപോയിട്ട് അവരത് കുടുംബത്തിലേക്ക് 1,00,000 അറിയില്ല കേട്ടാ. ഈ പിന്നെ ഒരു പറയുന്ന വാക്കുകളുണ്ടല്ലോ, എന്ത് ചെന്ന കാരണത്താൽ ആ കല്യാണം മുടങ്ങിയെന്നാ പറഞ്ഞതായത്. ഈ മനുഷ്യനെ എവിടെത്തി നിങ്ങൾ നോക്കിയപ്പോ ഓരോ വീട്ടിലേക്കും ഇത് പൊട്ട കണക്കിന് കൊണ്ടുപോവുകയാണ്. എന്താണ് ഈ വസ്തു? ഇത് എത്ര ആളാണ് തിന്നുക? ഇതിനൊക്കെ ഇവർക്ക് ദീൻ അറിയാത്തത് കൊണ്ടല്ലേ. അയിന ഇക്തസബ വഫീമ അംഫക. നാളെ മാശറയിൽ 5 കാര്യങ്ങളെ കുറിച്ച് ചോദ്യം ചെയ്തിട്ടല്ലാതെ ഒരു മനുഷ്യന്റെ കാലടി അയാൾ വെക്കുകയില്ല എന്ന് പ്രവാചകൻ പഠിപ്പിച്ചു. അതിലൊരു കാര്യമാണിത്. അയിന ഇക്തസബ, പണം എവിടുന്നാണ് ഉണ്ടാക്കിയത്? വഫീമ അംഫക, എന്തിലാണത് ചിലവഴിച്ചത്? 1,00,000 രൂപ അല്ലെങ്കിൽ 2,00,000 രൂപ പെണ്ണ് കാണാൻ വേണ്ടി മിഠായി വാങ്ങാൻ ചിലവഴിച്ചു. നാളെ മാശറയില് അള്ളാന്റെ മുമ്പിൽ നിന്ന് അവൻ പറയണം, അത് എവിടുന്നാണ്? അതിനെക്തസഭ എവിടുന്നാ അത് കിട്ടിയത്? ഈ 1,00,000 അവൻ എവിടുന്നാണ് ഉണ്ടാക്കിയത്? പറയണല്ലോ. ചില പാവപ്പെട്ട ജനങ്ങള് ലോൺ എടുക്കുക, അപ്പം തീരാത്ത ലോണ് പലിശ വാങ്ങിയിട്ട് പെണ്ണിന്റെ ആ വീട്ടില് മഹാനായി നിൽക്കാൻ വേണ്ടി ഇയാൾ ചെയ്യുന്ന നാടകങ്ങൾ എത്രമാത്രം. ഇത് ഈ ചെക്കൻ എങ്ങനെ സഹിക്കുക? ഒന്നത് വീട്ടേണ്ടത് ആരാ? ഈ ചെക്കൻ തന്നെ. ഒന്നാമത്തെ ഘടകം നോക്കിക്കോളൂ. രണ്ടാമത് പിന്നെ പെണ്ണിനെ കാണാൻ പോകുന്ന മിഠായി കൊടുക്കൽ കഴിഞ്ഞാൽ പിന്നെ നിശ്ചയം, പിന്നെ അങ്ങോട്ട് പോകല് ഇങ്ങോട്ട് പോകല്, ഇതിനൊക്കെ ചെക്കനാ പൈസ എടുക്കേണ്ടത്. ആൺകുട്ടിയാണ് ഇതൊക്കെ എടുക്കേണ്ടത്. ഇനി അതൊക്കെ കഴിഞ്ഞ് ഡ്രസ്സ് എടുക്കലോ, ആ ഡ്രസ്സ് എടുക്കലാണ് ഏറ്റവും വലിയ കടം വരുന്നത്. ഇപ്പോ 1,00,000 കുറഞ്ഞ ഡ്രസ്സ്, കല്യാണ ഡ്രസ്സ് 1,00,000 കുറഞ്ഞതാണെങ്കിൽ ഇത് എത്ര ലക്ഷത്തിന് എന്ന ചോദ്യം തന്നെ. അത്ര വലിയ ഡ്രസ്സ് 1-2 മണിക്കൂറിനാണ് ഇടാന്. അത് തലേ ദിവസം അത് കാരണം വെച്ചാൽ ഇപ്പോൾ അത് ഡ്രസ്സ് എടുക്കുന്ന ചിലവരെടുക്കുന്നുണ്ട്, അല്ലാത്തവർ വാടകയ്ക്കും അതിനും വേണ്ടിയിട്ടുള്ള ഷോപ്പും തുടങ്ങിയിട്ടുണ്ട്. വാടകയ്ക്ക് കിട്ടുന്ന ഡ്രസ്സ്, പിന്നെ അങ്ങനത്തെയുള്ള എല്ലാ കമ്മല്, പിന്നെ അങ്ങനെയും തുടങ്ങിയിട്ടുണ്ട്. അപ്പം അത് എന്തിനും വേണ്ടിയിരുന്നോ, പവറ് കാട്ടിക്കാനും വേണ്ടിയിട്ട്, കിബിറ് കാട്ടിക്കാനും വേണ്ടിയിട്ട്. എന്തല്ല തലേ ദിവസം വേറെ കുറെ പേക്കൂത്തുണ്ട്. നിങ്ങളെ നാട്ടിലുണ്ടോ എന്ന് എനിക്കറിയില്ല. ടീച്ചറെ, മെഹന്തി, ഹൽദി, അറബിക് കല്യാണം, അതൊക്കെ അറിയില്ലേ? അറബിക് കല്യാണം, ഗുലാബി നൈറ്റ്, അള്ളാഹുവേ എന്തൊക്കെ പിന്നെ നൈറ്റുകൾ അവരുണ്ടാക്കണത്. എവിടുന്നാണ് ഈ നൈറ്റൊക്കെ കിട്ടിയത് എന്നുള്ളതാണ്. നോക്കി, ഞാനൊരു ദിവസം നേരിട്ട് അനുഭവിച്ചതാണ്. ഞാനൊരു കടയിൽ ചെന്ന് കയറിയതാണ്. അപ്പണ്ട് ഒരു 70 വയസ്സായ ഉമ്മക്ക് മാക്സി തന്നെയാണ്. എന്ത് മാക്സിയാ വേണ്ടതെന്ന് അറിയോ? മഞ്ഞ നിറത്തിലെ മാക്സി. അവരെ വീട്ടില് പിറ്റേ ദിവസം മകന്റെ മോളെ കല്യാണം കെട്ടിച്ചു കൊടുക്കാണ്. അവിടെ പിറ്റേ ദിവസം ഇടാനുള്ള മഞ്ഞ ഒരു മാക്സിക്ക് 75 വയസ്സായ ഉമ്മാനെ കൊടുത്താ തരയുന്നത്. ആ വീട്ടിൽ അന്ന് കത്തിക്കുന്ന ബൾബ് മുഴുവനും മഞ്ഞയാണ്. ഈ മഞ്ഞ മാക്സി ഇടണം, കാരണം അത്രയും വയസ്സായതാണ് അത്. അതിന് മാക്സി വന്ന് സാരി എടുക്കേണ്ടവര് സാരി മഞ്ഞ, അതുപോലെ തന്നെ മാക്സി മഞ്ഞ, അങ്ങനെയുള്ള എല്ലാ വസ്തുക്കളും മഞ്ഞ.
ഇത് മഞ്ഞ കല്യാണം. പിന്നെ ഒരു മൈലാഞ്ചി ഉണ്ട്. മൈലാഞ്ചിടല് വയസ്സായ എല്ലാ അമ്മമാരും പാപ്പാനും കണ്ണ് കണ്ടില്ലെങ്കിൽ ആ മൈലാഞ്ചി മുഴുവനും എല്ലാവരും ഉണ്ടാവും. ഇങ്ങനെ ഒരുപാട് നിങ്ങൾ പറഞ്ഞ മെഹന്തിയും മൈലാഞ്ചിയും ഹൽദിയും എല്ലാ കല്യാണങ്ങളും തലേ ദിവസം നടത്തിയിട്ട് ഇവന്റെ ശ്വാസം കണ്ട് അടങ്ങും പിറ്റേന്നത് കല്യാണത്തിന് അന്നൊക്കെ ഒരു ചോറ് പോരാ, 2 ചോറ് പോരാ, 3 ചോറ് പോരാ, 4ാമത്തെ ഒരു ഐറ്റം കൂടി ഉണ്ടാക്കണം. ഇനി അതൊന്നും പോരെങ്കിൽ പൊറാട്ടയും പത്തി ലോകത്തുള്ള എല്ലാ വസ്തുക്കളും അവിടെ നിരത്തുകയാണ് ചെയ്യുന്നത്. ഇതിനൊക്കെ പണം എവിടുന്ന ഈ ചെക്ക ഉണ്ടാക്കുന്നത്? ഈ ചെക്കന്റെ കയ്യിൽ തന്നെ, ഈ ആൺകുട്ട കയ്യിൽ തന്നെ ഈ പണം ഇറങ്ങണം. സത്യത്തിന് നോക്കും കേട്ടാ, ഒരു ആണിന്റെ കല്യാണം ചിലപ്പോൾ അവൻ്റെ അടുത്ത് ഇല്ലെങ്കിൽ പിന്നെ കൊടുക്കാൻ ആളുണ്ടായില്ല. ഒരു പെണ്ണിന്റെ കല്യാണമെങ്കിൽ ചില ആൾക്കാർ വെച്ചാൽ ലെറ്റർ ഇതായിട്ട് കൊടുക്കും, കവറായിട്ട്. പിന്നെ ചിലപ്പോൾ പൈസ അല്ല, ഒരു പെണ്ണിന്റെ കല്യാണം അല്ലേ എന്ന് പറഞ്ഞിട്ട് ചില ആളുകൾ കൈമടക്കുന്ന ഒരു ശീലം നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ ആണിന്റെ കല്യാണത്തിന് ഒരാൾ 1 രൂപ പോലും കൊടുക്കൂല, ആണിന്റെ ആയതുകൊണ്ട്. വീട്ടിലൊന്നും എടുക്കാനൊന്നുമില്ല. അതിൽ പെങ്ങന്മാർ അടിയന്മാരൊന്നും കൊട്ടി കൊടുക്കൂല. ഇനി അഥവാ അന്ന് സഹായിച്ചാൽ തന്നെ കണക്ക് പറഞ്ഞ പിറ്റേത്തെ മാസത്തിൽ അല്ലെങ്കിൽ അവനൊരു കുട്ടി ഉണ്ടെങ്കിൽ അതിനെ കെട്ടിക്കുമ്പോൾ ചോദിക്കുകയും ചെയ്യും. ഇങ്ങനെ കടം വരുത്തുകയാണ് ആൺകുട്ടികളുടെ മേൽ നമ്മൾ ഉമ്മമാരത് ഉണ്ടാക്കുന്നത്. ഈ നമ്മൾ പറഞ്ഞാല് ഞങ്ങളുടെ നാട്ടിൽ പറയാണെന്നുവെച്ചെങ്കിൽ ഈ പൊന്നാരെന്നറിയലോ, ഈ പൊന്നാരുണ്ടാക്കുന്ന മുഴുവനും സ്ത്രീകളാണ്, ഉമ്മമാരാണ്. ഒന്നുകിൽ ആൺകുട്ടിന്റെ ഉമ്മ, അതല്ലെങ്കിൽ ആൺകുട്ടിയുടെ പെങ്ങന്മാര്. ഇവര് 2 കൂട്ടരല്ലാത്തോലെ ആരും ഒരു വാപ്പി നാളെ മെഹന്തി വേണമെന്ന് ഇവിടെ നിന്ന് നമ്മുടെ നാട്ടിലൊന്നും ഒരു വാപ്പി പറയുന്ന മെഹന്തി വേണമെന്ന്, മൈലാഞ്ചി വേണമെന്ന്, അല്ലെങ്കിൽ ഹൽദി വേണമെന്ന് ഇതൊക്കെ ഉണ്ടാക്കണം നമ്മളെ അമ്മമാരെ. എന്താ കാരണം? അങ്ങേ വീട്ടിൽ ആയിഷാന്റെ വീട്ടിലുണ്ടാക്കി, അല്ലെങ്കിൽ പിന്നെ ഫുർഖാന്റെ വീട്ടിലുണ്ടാക്കി, നമ്മളെ വീട്ടിലേക്ക്. അത് കറക്റ്റാ പറഞ്ഞ വാക്ക്. അതിൽ ഞാൻ ചെയ്യുന്നുണ്ട്. കാരണം വെച്ചാൽ നമ്മൾ നോക്കുന്ന ആയിഷാന്റെ വീട്ടിലുണ്ടാക്കി, മറ്റേ മൈമുനാന്റെ വീട്ടിലുണ്ടാക്കി, മറ്റുള്ളവരുടെ വീട്ടിലുണ്ടാക്കി എന്നാണ് നമ്മളെ പുരക്കാരും നമ്മളോട് പറയുന്നുള്ള വാക്ക്. അപ്പൊ നമ്മ നിർബന്ധമായിട്ട് ഉണ്ടാക്കണം എന്നല്ല പറയുന്നുള്ളത്. യെസ്, കറക്റ്റ്. പൊങ്ങച്ചാണ് എന്ന് ഖുർആൻ പറഞ്ഞല്ലോ. അവിടെ അഹങ്കാരം അവരെ പൊങ്ങച്ചോ കബറിൽ എത്തുന്ന വരെ അവര് മാറ്റൂലാന്ന്. അങ്ങനത്തെ ഒരു സമൂഹമായതുകൊണ്ടാണ് ഈ ആൺകുട്ടികൾക്ക് ഇന്ന് കല്യാണം എന്ന് പറഞ്ഞ പ്രയാസം. ഇപ്പത്തെ സ്വർണത്തിന്റെ വില കേട്ടാല് ഒരാൺകുട്ടി സ്വർണം കൊടുക്കണ്ട, ഒക്കെ പരിശുദ്ധ ഖുർആനും പരിഭാഷയും ഒക്കെ കൊടുത്ത് കെട്ടേണ്ട പോലാണ്. അല്ലേ കൊടുക്കണ്ടെന്നല്ല കേട്ടോ. സ്വർണം കൊടുക്കാൻ ഇന്ന് 1,30,000 പിന്നെ മേലൊക്കെ അയക്കണു. അതെയും ഭാരിച്ചൊരു സംഖ്യ മാറി കൊടുക്കണോ, അതിലും കുറവാകാൻ പറ്റൂല. അങ്ങേ വീട്ടിലത്തെ സാധാരണക്കാരൻ ഒരുത്തം കെട്ടിയപ്പോ എന്തൊക്കെയാ കൊടുത്തു നോക്കാൻ, മാല, വള, മോതിരം, പിന്നെ കാതിലൊക്കെ കൊടുത്തു. നമ്മളെങ്ങനെ മോശാക്കുക? അവരും 5 പാനമാർ കൊടുത്തു, അല്ലെങ്കിൽ 10 കൊടുത്തു, അല്ലെങ്കിൽ 15 കൊടുത്തു. ഞാൻ സാധാരണ കുടുംബാട്ടോ പറയുന്നത്. വലിയ ആയിരങ്ങളുടെ കുടുംബമുണ്ട്, അത് പറയേണ്ട നമ്മൾ അർഹരല്ല. അവർക്ക് ഇഷ്ടമല്ല ബിസ്ക്കറ്റ് വരെ കൊടുത്തു വിടുന്നുണ്ട്. അതൊക്കെ ഉണ്ടല്ലോ, സ്വർണത്തിന്റെ ബിസ്ക്കറ്റ്. സ്വർണം കെട്ടിയ കഴിയില്ല, അപ്പൊ അതുകൊണ്ട് അത് ബിസ്ക്കറ്റായി മാറി കൊടുക്കുന്നുണ്ട്. അതും ഒക്കെ നാട്ടിൽ നടക്കുകയാണ്. പക്ഷെ ഇതിലൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത്, നാളെ പരലോകത്ത് ഈ സമ്പത്ത് ചെലവാക്കിയതിനും ഈ കൊടുത്തതിനും ഇതൊക്കെ ഹലാലായ സമ്പത്താണോ, ഇത് ഹലാലായ മാർഗത്തിലാണോ എന്ന് നമ്മൾ ചിന്തിക്കും വേണം. അള്ളാന്റെ കോടതിയിൽ ഇതിന് നിന്ന് മറുപടി പറയണം എന്നുള്ള ബോധം ഈ ആൺകുട്ടിക്ക് ഉണ്ടാകണം. ഉമ്മ പറയുമ്പോൾ അതിന് അവൻ ഇതൊക്കെ വാങ്ങണം, ഇതൊക്കെ പടച്ചോൻ ചോദ്യം ചെയ്യുമല്ലോ എന്നുള്ളൊരു ബോധം ഉണ്ടാക്കണം. ഈ ആൺകുട്ടിക്കെങ്കിലും ആ ബോധം വേണ്ടേ? ഉമ്മാക്ക് പഠിപ്പ് വേറില്ല എന്ന് വിചാരിക്കുക. പക്ഷേ ഉമ്മമാരല്ല പറയുന്നത്. ഏറ്റവും കൂടുതൽ പറയുന്നത് വെച്ചാലില്ലേ, പെങ്ങന്മാരുള്ള മറ്റുള്ളവർ ഞങ്ങളെ കെട്ടിച്ചു കൊടുത്ത അവർക്ക് അവരെ മുമ്പെന്ന് നമ്മളൊരു ഇത് കാട്ടിക്കണ്ടേ എന്നുള്ള ഒരു ചിന്താഗതിയാണ് ഏറ്റവും കൂടുതൽ വരുന്നുള്ളത്. അല്ലാണ്ട് ഉമ്മമാരും മക്കളതാക്കാൻ വേണ്ടി, ആൺമക്കളതാക്കാൻ വേണ്ടി മറ്റേ പൊങ്ങച്ചം കാട്ടിക്കുന്നത് കുറവാണ്. പക്ഷെ ഏറ്റവും കൂടുതൽ എന്ന് വെച്ചാൽ നമ്മളെ പെങ്ങന്മാർ കല്യാണം കഴിഞ്ഞിട്ട് പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ വാപ്പൻ്റെ ആൾക്കാർ വരും, അവരുടെ അടുത്ത് നിന്ന് നമ്മ ഒരു ഇതായിട്ട് നിന്നിട്ട് കാട്ടിച്ചു കൊടുക്കണം എന്ന ഒരു രീതിയാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഈ താത്ത ആരാണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇത് പ്രസംഗം കേട്ടിട്ട് അമ്മക്ക് വളരെ ഇഷ്ടം തോന്നിപ്പോയി. കൂടുതൽ ഞാനൊന്നും പറയുന്നില്ല. വീഡിയോ കണ്ടവർക്ക് ലൈക്ക്, കമൻറ്റ് അടിച്ചിട്ട് വിട്ടോളാം. ഒരുപാട് സന്തോഷമുണ്ട് എൻ്റെ വീഡിയോ കാണാൻ വേണ്ടിയിട്ട്.